بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ അദ്ദാഉ വദ്ദവാ എന്ന കിതാബിൽ കഴിഞ്ഞ ദർസിൽ പറഞ്ഞ വിഷയങ്ങളൊന്ന് ചുരുക്കി പറയാണ്. മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളായതുകൊണ്ടാണ് ഒന്നുകൂടി ചുരുക്കി പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മുമ്പേ സൂചിപ്പിച്ചിട്ടുണ്ടായ കാര്യമാണ്, ഒരാൾക്ക് ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ രണ്ട് പ്രേരണകളാണ് ഉണ്ടാവുക. ഒരു ഇഷ്ടമുള്ള ഒരു തിന്മയാണെങ്കിൽ അതിനേക്കാൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമേ ഇത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ ഇത് ലഭിച്ചാൽ ഉണ്ടാകുന്ന അപകടവും, അല്ലെങ്കിൽ ഇത് ലഭിച്ചില്ലെങ്കിൽ അവന് നഷ്ടപ്പെടുന്ന അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന അപകടവും, ഇതിൽ ഏതാണ് വലുത് എന്ന് പേടിച്ചുകൊണ്ടുമേ ഒരു തിന്മ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അത് ഒഴിവാക്കണമെങ്കിൽ തന്നെ ഈ കാര്യം മനസ്സിലാക്കാനുള്ള ബോധവും തീരുമാനമെടുക്കാനുള്ള ശക്തിയും അവനുണ്ടായിരിക്കണം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം ഒരാൾ ചെയ്യുന്നത് അത് ഇഷ്ടം കൊണ്ടും ഉദ്ദേശം കൊണ്ടുമായിരിക്കും. ഒരു പ്രവർത്തനം അവൻ ഒഴിവാക്കുന്നത് രണ്ട് കാരണങ്ങളായിരിക്കും. ഒന്ന്, ആ കാര്യം ചെയ്യാൻ അവന് പ്രത്യേകിച്ച് ഒരു പ്രേരണ ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞു, നമ്മൾ മദ്യപിക്കുന്നില്ല, കാരണം മദ്യപിക്കാൻ നമുക്ക് പ്രത്യേകിച്ച് പ്രേരണ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ ഒരു കാര്യം ഇല്ലാത്ത കാര്യം ഇല്ലാതെയായി തുടരുന്നു. അതേസമയം നമുക്കൊരു ആഗ്രഹമുണ്ട്, പക്ഷെ അതിനെ തടയുന്ന വേറെ ചില കാരണങ്ങളുണ്ട്. അള്ളാഹു ഹറാമാക്കിയതാണ്, ശിക്ഷ കിട്ടും എന്നീ കാരണങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കാര്യം കൊണ്ടും തിന്മ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കും. പ്രവൃത്തി ചെയ്യാൻ ഒരു കാരണം ഇഷ്ടവും ഉദ്ദേശവുമാണ്. പ്രവൃത്തി ചെയ്യാതിരിക്കാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ആ പ്രവൃത്തി ചെയ്യാനുള്ള പ്രേരണ ഇല്ലാതിരിക്കുന്നതും, അല്ലെങ്കിൽ ആ പ്രവൃത്തിയോട് ചെയ്താൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ആലോചിച്ച് അതിന് തടസ്സമാവുകയും ചെയ്യുക എന്നുള്ളത്. പിന്നെ പറഞ്ഞ വിഷയം, എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്, ദുനിയാവിൽ ബുദ്ധിയുള്ള എല്ലാ ആഗ്രഹങ്ങളും ആഗ്രഹിക്കുന്നത് അവന് ടെൻഷനും പേടിയും ഇതൊന്നും ഇല്ലാത്തൊരു ജീവിതമാണ്. അത് ലഭിക്കാനാണ് ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങളിൽ മുഴുകുന്നത്. ചില ആളുകൾ സംഗീതം കേൾക്കുന്നത്, ചില ആളുകൾ വിനോദത്തിൽ മുഴുകുന്നത്, ചില ആളുകൾ കച്ചവടം ചെയ്യുന്നത്, പണമുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം. ഇതൊക്കെ അവന്റെ മനസ്സിലെ ഞെരുക്കങ്ങൾ ഒഴിവാക്കാനാണ്. പക്ഷേ അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതും അള്ളാഹുമായി ബന്ധം കൊണ്ടല്ലാതെ കിട്ടില്ല. പിന്നെ പറഞ്ഞ വിഷയം, നാം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇഷ്ടപ്പെടുക. ഒന്ന്, പ്രത്യേകിച്ച് വേറൊരാൾക്കും വേണ്ടിയല്ലാതെ ഇന്ന ആളായതുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രം. അങ്ങനെ ഒരാളെ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ, അള്ളാഹു ആയതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന നിലയ്ക്ക്. ബാക്കിയുള്ള എല്ലാ ഇഷ്ടങ്ങളും അള്ളാഹുവിന് വേണ്ടിയുള്ളതായിരിക്കണം, അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ബാക്കിയുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാകും. ഒന്ന്, നമുക്ക് ആ ഇഷ്ടം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആസ്വാദനം ലഭിക്കും, നമ്മുടെ ഭാര്യമാരോടോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഹലാലായ കാര്യങ്ങളോടുള്ള ഇഷ്ടം. രണ്ട്, നമുക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടമുള്ള കാര്യം ആവൂല, പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന ഭാവിയിലുള്ള ഗുണം കൊണ്ട് നമ്മളത് ചെയ്യും. ഉദാഹരണത്തിന് യുദ്ധം പറഞ്ഞ പോലെ, യുദ്ധം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു വ്യക്തിക്ക് ബാഹ്യമായിട്ട്, പക്ഷെ അവന്റെ നേട്ടം എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ സ്ഥാനം. നമ്മൾ നേരത്തെ കൈപ്പുള്ള മരുന്ന് രോഗി കഴിക്കുന്നത് പോലെ ആ അടിസ്ഥാനത്തിൽ ദുനിയാവിൽ പ്രത്യക്ഷമായി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടാവും, പരലോകത്ത് അതുകൊണ്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ദുനിയാവിൽ പ്രത്യക്ഷമായി നമുക്ക് വെറുപ്പുള്ള കാര്യമായിരിക്കും, പക്ഷെ പരലോകത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ ഇതിനെതിരായിട്ടും ഉണ്ടാകും. ഇങ്ങനെ ഈ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ദീനിന്റെ എല്ലാ നന്മയുടെയും അടിസ്ഥാനം എന്നുള്ളതും ഹുബ്ബാണ്. ഒരാൾ ദീനിയായി ചെയ്യുന്ന ഏതൊരു നന്മയുടെയും, ഇബ്നുൽ ഖയ്യിം പറയാണ്, വഇദാ കാനൽ ഹുബ്ബു അസ്ല കുല്ലി അമലിൻ മിൻ ഹഖ്ഖിൻ വബാതിൽ. അപ്പൊ കഴിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് മനസ്സിലായി, ഹുബ്ബാണ് ഏതൊരു അമല് ചെയ്യുന്നതിന്റെ അടിസ്ഥാനം. ഒരാൾ ഹക്കായിട്ടുള്ള നല്ലൊരു കാര്യം ചെയ്യുന്നതിനും ഒരാൾ തിന്മയായിട്ടുള്ള കാര്യം ചെയ്യുന്നതിന്റെയും അടിസ്ഥാനം ഹുബ്ബാണ്, അവന് ഇഷ്ടമുള്ളതാണ്. അപ്പൊ ദീനിയായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ്. അത് ഇഷ്ടമുള്ളവനെ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഏതുപോലെ ദീനിയായ സംസാരങ്ങളുടെ അടിസ്ഥാനം അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തുന്നത് പോലെ. ചുരുക്കത്തിൽ ദീനിയായിട്ടുള്ള ഏതൊരു അമലും നാം ചെയ്യുന്നതിന്റെ അടിസ്ഥാന കാരണം അള്ളാഹുവിനോടും റസൂലിനോടുള്ള ഇഷ്ടമാണ്. അപ്പൊ ആ ഇഷ്ടം എത്രത്തോളം ഒരാൾക്ക് ശക്തിപ്പെടുന്നുവോ അതിനനുസരിച്ച് മാത്രമേ അവന് ദീനിയായിട്ട് മുന്നേറാൻ സാധിക്കൂ.
ആ ഇഷ്ടത്തിൽ കുറവുള്ള ഒരുത്തന് ഒരിക്കലും ദീനിയായിട്ട് അവന്റെ കർമ്മങ്ങളിൽ മുന്നേറാനോ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം ലഭിക്കാനോ പറ്റില്ല. ഇനി ഈ ഒരു ഇഷ്ടം നിലനിൽക്കണമെങ്കിൽ അതിന് പ്രധാനമായിട്ടും ഉണ്ടാവേണ്ട കാര്യം അള്ളാഹും റസൂലും വെറുക്കുന്ന, അള്ളാഹും റസൂലും എതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിനോടും റസൂലിനോടും എതിരായി നിൽക്കുന്ന കാര്യങ്ങളോടുള്ള അകൽച്ചയാണ്. അതിനോടുള്ള അകൽച്ച ഉണ്ടായിരിക്കണം. ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫലാ തസ്ഹിഹുൽ മുവാലാത്ത് ഇല്ലാ ബിൽ മുആദാത്ത്. ഒരു ശത്രുത വെച്ച് പുലർത്താതെ അള്ളാഹും റസൂലുമായിട്ടുള്ള സ്നേഹബന്ധം നിലനിൽക്കില്ല, അത് ശരിയാവില്ല. എന്താണ് ശത്രുത കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടും റസൂലിനോടും എതിരായി നിൽക്കുന്ന വിശ്വാസമാവട്ടെ ആളുകളാവട്ടെ അവരോട് ശത്രുത വെച്ച് പുലർത്താതെ, അവരോട് അകൽച്ച വെക്കാതെ അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹബന്ധം ഒരാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഏതുപോലെ ഇമാമുൽ ഹുനഫ, ഇഖ്ലാസുള്ളവരുടെ ഹനീഫുകളുടെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ, സൂറത്ത് ശുഅറായിൽ തന്റെ ഉപ്പയോടും നാട്ടുകാരോടും പറയാണ്, നിങ്ങൾ എന്തിനാണ് ഇബാദത്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും ചെയ്തു വരുന്ന ഈ കാര്യത്തിനെ കുറിച്ച് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ? ഫഇന്നഹും അദുവ്വുൻ ലീ ഇല്ലാ റബ്ബൽ ആലമീൻ, ഇവരെല്ലാം എന്റെ ശത്രുക്കളാണ്, എനിക്ക് ശത്രുവായിട്ടാണ് ഞാൻ കാണുന്നത് റബ്ബുൽ ആലമീനായ അള്ളാഹു ഒഴികെ. അഥവാ അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആ വസ്തുക്കളാവട്ടെ, അതിൽ മുഴുകുന്ന ആളുകളാവട്ടെ, അവരോടുള്ള അകൽച്ചയില്ലാതെ ഒരിക്കലും അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹബന്ധം ഒരിക്കലും നേരെയാവുകയില്ല. കാരണം നമ്മൾ എന്താണ്, ആരെയും സ്നേഹിക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്, ആരെയും വെറുക്കുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന് ശിർക്കിനേക്കാളും കുഫ്രിനേക്കാളും വെറുപ്പുള്ള എന്ത് കാര്യമുള്ളത്? ഒന്നുമില്ല. അതുപോലെ തന്നെ ധാരാളം ആയത്തുകളിൽ അല്ലാഹു തആല ഇത് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുംതഹിനയിൽ നോക്കൂ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം, നിങ്ങൾക്ക് ഇബ്രാഹിമിലും വല്ലദീന മഅഹു, ഇബ്രാഹിമിനൊപ്പം വിശ്വസിച്ച ആളുകളിലും ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അവരവരുടെ സമൂഹത്തിനോട് പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂൻ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ ഇബാദത്ത് ചെയ്യപ്പെടുന്ന വസ്തുക്കളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ്, ഞങ്ങൾ ബറാഅത്ത് പ്രഖ്യാപിക്കുകയാണ്, അവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമില്ല. എന്നിട്ട് പറയാണ് മിൻ ദൂനില്ല, അള്ളാഹുവിനെ പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്നു. കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാ അബദൻ ഹത്താ തുഅ്മിനു ബില്ലാഹി വഹദാ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള ഈ ഒരു അകൽച്ച, ഈ ഒരു വ്യത്യാസം അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അപ്പൊ എന്തിന്റെ പേരിലാണ് അത് വന്നിട്ടുള്ളത്? അള്ളാഹുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരിക്കലും ഒരു മുസ്ലിമിന്, ഒരു മുഅ്മിനിന് യോജിച്ചതല്ല അള്ളാഹു വെറുക്കുന്ന, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള ആ കാര്യങ്ങളോട്, അതിനെ മാതൃകയാക്കി അതിന്റെ വക്താക്കളാക്കി നടക്കുന്ന ആളുകളോട് ഒരു സ്നേഹബന്ധം, ഉറ്റബന്ധം ഉണ്ടാവുക എന്നുള്ളത്. ധാരാളം ആയത്തുകളിൽ ഈ കാര്യം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിൽ സൂറത്ത് സുഖ്റുഫിൽ അള്ളാഹു പറയുന്നു, വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി വഖൗമിഹി ഇന്നനി ബറാഉം മിമ്മാ തഅബുദൂൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ ഉപ്പയോടും സമൂഹത്തിനോടും പറഞ്ഞ ആ സന്ദർഭം എന്താണ് പറഞ്ഞത്? ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ്, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ ഇന്ന് ഞാൻ ഒഴിവാണ്. ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ, ആരൊഴികെ? എന്നെ സൃഷ്ടിച്ചവനൊഴികെ അവൻ എനിക്ക് വഴി കാണിക്കും. വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി ലഅല്ലഹും യർജിഊൻ, ഈ ആളുകളും നമ്മളും തമ്മിൽ വ്യത്യാസമായിട്ട് ലോകാവസാനം വരെ അല്ലെങ്കിൽ എന്നും നിലനിൽക്കുന്ന ഒരു കലിമത്ത് അവിടെ ബാക്കിയായിട്ടുണ്ട്, ഒരു കലിമത്ത് അവിടെ ബാക്കിയായിട്ടുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ ആ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ജഅല ഹാദിഹിൽ മുവാലാത ലില്ലാഹ് വൽ ബറാഅത മിൻ കുല്ലി മഅബൂദിൻ സിവാ കലിമതൻ ബാഖിയതൻ ഫീ അഖ്ബിഹി യതവാരിസുഹ അൽ അംബിയാ വ അത്ബാഉഹും ബഅദുഹും അൻ ബഅദിൻ, അമ്പിയാക്കൾ അന്തരമെടുക്കുന്ന തരത്തിൽ അള്ളാഹുവിന്റെ വലിയകളും അള്ളാഹുവിനോട് ശത്രുത വെച്ച് പുലർത്തലും തമ്മിൽ നിലനിൽക്കുന്ന ഒരു കലിമത്ത് ഉണ്ട്. വഹിയ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്ത് ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഹുനഫാക്കളുടെ ഇമാമായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് അമ്പിയാക്കളും ആ അമ്പിയാക്കളെ പിൻപറ്റുന്നവരും അനന്തരമായി എടുത്തിട്ടുള്ള കാര്യം. എന്നിട്ട് ആ കലിമത്തിനെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, വഹിയ, അതാണ് അൽ കലിമത്തുല്ലതി ഖാമത് ബിഹൽ അർദ് വസ്സമാവാത്, ആകാശഭൂമികളെ നിലനിർത്തുന്ന കലിമത്താണത്. കാരണം അള്ളാഹു എന്തിനാ ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത്? മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തീകരിക്കാനാണ്. അപ്പൊ അതിനെ നിലനിർത്തുന്ന കലിമത്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഫതറല്ലാഹു അലൈഹാ ജമീഅൽ മഖ്ലൂഖാത്ത്,
ഈ കലിമത്തിന് വേണ്ടിയിട്ടാണ് അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടികളെയും അള്ളാഹു സൃഷ്ടിച്ചത് ഈ കലിമത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. അള്ളാഹു ഓരോ സമൂഹമായിട്ടും ഗോത്രമായിട്ടും ആളുകളെ ആക്കിയത് ഈ കലിമത്ത് പൂർത്തീകരിക്കാനാണ്. ജിഹാദ്, ജിഹാദിന്റെ വാളുകൾ അത് ഉയരുന്നത് ഈ കലിമത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാ അടിമകളുടെയും മേലെയുള്ള അള്ളാഹുവിന്റെ അവകാശമാണത്. ഈ ലോകത്ത് ഒരു വ്യക്തിയുടെ ജീവൻ, അവന്റെ സമ്പത്ത്, അവന്റെ സന്താനങ്ങൾ ഇതെല്ലാം സുരക്ഷിതമാക്കപ്പെടുന്നത് ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അഥവാ ഇസ്ലാമിക ലോകത്ത് ഖലീഫയുള്ള ഒരു ലോകത്ത് മുസ്ലിമീങ്ങൾ മറ്റൊരു നാടുമായിട്ട്, ആ നാട് വേറൊരു നാട് യുദ്ധം നടക്കുകയാണെങ്കിൽ അവരെന്തിന്റെ പേരിലേ സംരക്ഷിക്കപ്പെടുള്ളൂ? ഈ കലിമത്ത് അംഗീകരിക്കുമ്പോഴാണ്. ഖബർ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും രക്ഷയേകുന്നത് ഈ കലിമത്താണ്. ഇതുകൊണ്ടല്ലാതെ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. ഈ കയറിനോട് മുറുകെ പിടിച്ച് അതിനുള്ള കാരണങ്ങൾ കൊണ്ടല്ലാതെ ഒരാൾക്കും അള്ളാഹുലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. വഹിയ കലിമത്തുൽ ഇസ്ലാം, അതാണ് ഇസ്ലാമിന്റെ കലിമത്ത്. വമിഫ്താഹു ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനത്തിന്റെ താക്കോല്. വബിഹാ ഇൻഖസമ അന്നാസു ഇലാ ശഖിയ്യിൻ വസഈദിൻ വമഖ്ബൂലിൻ വതരീദിൻ. ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗഭാഗ്യവാനായിട്ടും ദൗർഭാഗ്യവാനായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളവനായിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ ആട്ടി അകറ്റപ്പെടുന്നവനായിട്ട് ആളുകൾ വേർതിരിയുന്നത്. വബിഹാ ഇൻഫസലത് ദാറുൽ കുഫ്രി മിൻ ദാരിൽ ഈമാൻ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുഫാറുകളും ഈമാനിന്റെ ആളുകളും അഹ്ലുകാരും വേർതിരിയുന്നത്. വതമയ്യസത് ദാറുൻ നഈമി മിൻ ദാരി ശഖാഇ വൽ ഹവാൻ. സ്വർഗവും നരകവും വേർതിരിയുന്നത് ഈ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഹിയൽ ഉമൂദുൽ ഹാമിലു ലിൽ ഫർളി വസ്സുന്ന. ഫർളാവട്ടെ, സുന്നാവട്ടെ, നിർബന്ധമാവട്ടെ, ഐച്ഛികമാവട്ടെ, എല്ലാ കാര്യത്തിന്റെയും നെടുന്തൂൺ എന്ന് പറയുന്നത് ഈ കലിമത്താണ്. മൻ കാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരുവന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അതിന് വീട്ടിൽ കൊടുക്കേണ്ട ഹക്കെല്ലാം വീട്ടിൽ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ. അപ്പൊ സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഈ ഹക്കിനെയും ബാത്തിനെയും വേർതിരിക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇഷ്ടത്തെയും അള്ളാഹുവിന് വേണ്ടിയുള്ള വെറുപ്പിനെയും വേർതിരിക്കുന്ന അടിസ്ഥാനമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ് നാം ഒരാളെ ഇഷ്ടപ്പെടുക. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ് നാം ഒരാളെ വെറുക്കുക. അല്ലാതെ ഒരാളുടെ സൗന്ദര്യം കൊണ്ടോ കുടുംബം കൊണ്ടോ അയാളുടെ സ്ഥാനം കൊണ്ടോ അയാളുടെ സ്വഭാവം കൊണ്ടോ ഒന്നുമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേര്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, വറൂഹു ഹാദിഹിൽ കലിമത്തി വസിറുഹാ. ഈ കലിമത്തിന്റെ റൂഹ് എന്ന് പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൂഹും അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇഫ്റാദുർ റബ്ബി ജല്ല സനാഹു, അല്ലാഹുവിനെ ഏകനാക്കലാണ്, റബ്ബിനെ ഏകനാക്കലാണ്. വതഖദ്ദസത് അസ്മാഉഹു, അല്ലാഹുവിന്റെ നാമങ്ങളെ പരിശുദ്ധപ്പെടുത്തലാണ്. വതബാറക ഇസ്മുഹു, അല്ലാഹുവിന്റെ വിശേഷണം ബറക്കത്ത് നിറഞ്ഞതാക്കലാണ്. വതആല ജദ്ദുഹു, അല്ലാഹുവിന്റെ മഹത്വം ഉന്നതമാക്കലാണ്. വലാ ഇലാഹ ഗൈറുഹു, അവനല്ലാതെ ഒരു ഇലാഹില്ല എന്നതാണ്. ബിൽ മഹബ്ബതി വൽ ഇജ്ലാലി വത്തഅദീമി വൽ ഖൗഫി വറജാ, ഇഷ്ടം കൊണ്ടും മഹത്വം കൊണ്ടും അതുപോലെ തന്നെ ഭയം കൊണ്ടും പ്രതീക്ഷ കൊണ്ടുമെല്ലാം. വതബാഇ ദാലിക മിന തവക്കുൽ വൽ ഇനാബതി വറഗ്ബതി വറഹബ, ഇതിന്റെ അനന്തരമായിട്ട് ഈ കലിമത്ത് എത്രത്തോളം ഒരാൾക്ക് മനസ്സിലാകുന്നുവോ അതിന്റെ അനന്തരമായിട്ട് ഒരുത്തന് തവക്കുൽ ഉണ്ടാകും, ഇനാബത്ത് അള്ളാഹുലേക്ക് മടങ്ങും, വറഗ്ബതി വറഹബതി അള്ളാഹുള്ള പ്രതീക്ഷയും ഭയവും വർദ്ധിക്കും. ഫലാ യുഹിബ്ബു സിവാ, അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഇഷ്ടപ്പെടില്ല. വകുല്ലു മാ യുഹിബ്ബു ഗൈറഹു ഫഇന്നമാ യുഹിബ്ബു തബഅൻ ലിമഹബ്ബതിഹി, അള്ളാഹു അല്ലാതെ എന്തിനെ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കും. വകൗനുഹു വസീലതൻ ഇലാ സിയാദതി മഹബ്ബതിഹി, യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാതെ മറ്റെന്തിനെങ്കിലും അവൻ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് എന്തിനാ അറിയോ? അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നതിന് എന്തിനാ അറിയോ? അള്ളാഹുവിനോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളോടുള്ള ഇഷ്ടം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. വലാ യഖാഫു സിവാ, അള്ളാഹുവിനെ അല്ലാതെ അവൻ ഭയപ്പെടില്ല. വലാ യർജു സിവാ, അള്ളാഹുവിനല്ലാതെ പ്രതീക്ഷ വെക്കില്ല. വലാ യതവക്കലു ഇല്ലാ അലൈഹി, അള്ളാഹുവിനല്ലാതെ ഭരമേൽപ്പിക്കില്ല. വലാ യർഗബു ഇല്ലാ ഇലൈഹി, അള്ളാഹുവിലേക്കല്ലാതെ തന്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും നീട്ടില്ല. വലാ യർഹബു ഇല്ലാ മിൻ, അള്ളാഹുവിൽ നിന്നല്ലാതെ ഭയപ്പെടില്ല. വലാ യഹ്ലിഫു ഇല്ലാ ബിഇസ്മിഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ടല്ലാതെ സത്യം ചെയ്തു പറയില്ല. വലാ യൻദുറു ഇല്ലാ ലഹു, അള്ളാഹുവിന് വേണ്ടിയല്ലാതെ നേർച്ച നേരില്ല. വലാ യുത
യുതാബു ഇല്ലാ ഇലൈഹി, അല്ലാഹുവിലേക്ക് അല്ലാതെ പശ്ചാത്തപിച്ച് മടങ്ങില്ല. വലാ യുതാഉ ഇല്ലാ അംറുഹു, അല്ലാഹുവിന്റെ കൽപ്പനകളല്ലാതെ അനുസരിക്കപ്പെടില്ല. വലാ യുതഹസ്സബു ഇല്ലാ ബിഹി, അല്ലാഹു അല്ലാതെ അവന് മതിയായവനാകില്ല. വലാ യുസ്തആനു ഫിശ്ശദാഇദി ഇല്ലാ ബിഹി, ഞെരുക്കങ്ങളിൽ അല്ലാഹുവിനോടല്ലാതെ അവൻ സഹായം തേടില്ല. വലാ യുൽതജഉ ഇല്ലാ ഇലൈഹി, അല്ലാഹുവിലേക്ക് അല്ലാതെ അഭയം തേടില്ല. വലാ യുസ്ജദു ഇല്ലാ ലഹു, അല്ലാഹുവിന് വേണ്ടി അല്ലാതെ സുജൂദ് ചെയ്യില്ല. വലാ യുദ്ബഹു ഇല്ലാ ലഹു വബിസ്മിഹി, അല്ലാഹുവിന് വേണ്ടിയല്ലാതെ അല്ലാഹുവിന്റെ നാമം കൊണ്ടല്ലാതെ അറവ് നടത്തപ്പെടില്ല. വയജ്തമിഉ ദാലിക കുല്ലുഹു ഫി ഹർഫിൻ വാഹിദ്, ഈ കാര്യങ്ങളെല്ലാം ഒറ്റ ഹർഫിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. വാഹിദിൻ വഹുവ അല്ലാ യഅ്ബുദ ഇല്ലാ ഇയ്യാഹ് ബിജമീഇ അൻവാഇൽ ഇബാദ, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ഒന്നിനെയും ഒരു തരത്തിലുള്ള ഇബാദത്ത് കൊണ്ടും ഇബാദത്ത് ചെയ്യില്ല, ആരാധിക്കപ്പെടില്ല. ഫഹാദാ ഹുവ തഹ്ഖീഖു ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തഹ്ഖീഖ് എന്ന് പറയുന്നത്. അഥവാ ഏതൊരു ഇബാദത്തും അല്ലാഹുവിന് വേണ്ടി മാത്രം, മറ്റൊരാൾക്കും ഒരു വകുപ്പും അതിൽ വകവെച്ചു കൊടുക്കില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റൂഹ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാ. അതുകൊണ്ടാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഷഹാദത്ത് ചെയ്ത ആളുകൾ അവർക്ക് നരകം ഹറാമാണ്. അവര് നരകത്തിൽ ഖുലൂദ് അവർക്ക് ഉണ്ടാവില്ല, സ്വർഗം അവർക്ക് നിർബന്ധമാകും, അവർക്ക് സ്വർഗത്തിൽ പ്രവേശനം നിർബന്ധമായിട്ടും ഉണ്ടാകും. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തി എന്ന് പറയുന്നത്. ഇനി മരണസമയത്ത് ഒരുവൻ ഏറ്റവും അധികം സമാധാനമേകുന്നതും അവന്റെ റൂഹിന് ഏറ്റവും സന്തോഷം നൽകുന്നതും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരിക്കും. സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നി ലാ അലമു കലിമത്തൻ, എനിക്കൊരു കലിമത്ത് അറിയാം, ഒരു കലിമത്ത് അറിയാം. ലാ യഖൂലുഹു അബ്ദുൻ ഇൻദൽ മൗത്ത്, അവൻ മരണസമയത്ത് ആ കലിമത്ത് പറയുന്നില്ല. ഇല്ലാ വജദത് റൂഹുഹു ലഹാ റൗഹൻ, അവന്റെ റൂഹ് ഏറ്റവും വലിയൊരു സമാധാനം കണ്ടെത്താതെ. മരണസമയത്ത് ആ കലിമത്ത് പറയുന്നവന് ഏറ്റവും വലിയൊരു സമാധാനമായിരിക്കും ആ സമയത്ത് അനുഭവിക്കുക. ഏതാണ് ആ കലിമത്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാണ്, ഫഹയാത്തുർ റൂഹി ബിഹയാത്തി ഹാദിഹിൽ കലിമത്തി ഫീഹാ, ഒരുത്തന്റെ റൂഹിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ കലിമത്തിനോട് എത്രത്തോളം അവൻ കൂറു പുലർത്തുന്നുണ്ട്, ഈ കലിമത്ത് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. കമാ അന്ന ഹയാത്തുൽ ബദനി ബിവുജൂദിർ റൂഹി ഫീഹി, ഏതുപോലെ ശരീരത്തിന് ജീവൻ ഉണ്ടെങ്കിൽ എന്ത് വേണം? റൂഹ് ഉണ്ടാവണം. ആ റൂഹിന് ജീവൻ ഉണ്ടാവണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവണം. വകമാ അന്ന മൻ മാത അലാ ഹാദിഹിൽ കലിമ ഫഹുവ ഫിൽ ജന്നതി യതഖല്ലബു ബിഹാ, അതുകൊണ്ടാണ് ഈ കലിമത്ത് കൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ അവൻ സ്വർഗ്ഗത്തിലാകുന്നത്, സ്വർഗ്ഗത്തിലൂടെ അവൻ യഥേഷ്ടം സഞ്ചരിക്കുന്നത്. ഫമൻ ആശ അലാ തഹ്ഖീഖിഹാ വൽ ഖിയാം ബിഹാ ഫറൗഹുഹു തതഖല്ലബു ഫീ ജന്നത്തിൽ മഅ്വാ, ഇതിനെ തഹ്ഖീഖ് ചെയ്യുന്നവന് അവൻ ആ സ്വർഗ്ഗത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. വഐശഹു അത്യബു ഐശ്, അവന്റെ ജീവിതമാണ് ഏറ്റവും വിശിഷ്ടമായത്. ഖാല തആല, അല്ലാഹു പറഞ്ഞു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, ആരാണോ തന്റെ സ്വന്തത്തെ ഇച്ഛകളിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത് അവനുള്ളതാണ് സ്വർഗം, അവനാണ് സ്വർഗമുള്ളത്. അപ്പോ ഏതൊരു ഇച്ഛ നമുക്ക് അള്ളാഹുമായിട്ടുള്ളതിനെ എതിർക്കുന്നതോ അതിനെ പിടിച്ചു നിർത്തിയാൽ അവനുള്ളതാണ് സ്വർഗം. ഇബ്നുൽ ഖയ്യിം പറയാണ്, വജന്നത്തുൽ മഅരിഫതി വൽ മഹബ്ബതി വൽ ഉൻസ് ബില്ലാഹ് വശൗഖ് ഇലാ ലിഖാഇഹി വൽ ഫർഹ് ബിഹി വറിളാ ബിഹി വഅൻഹു, ഇവിടെ ആ സ്വർഗം എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അറിയുന്നതും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധമുള്ളതും അള്ളാഹുവിനോടുള്ള ഷൗഖിന്റെയും അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹത്തിന്റെയും അതുപോലുള്ള ഒരു സ്വർഗമുണ്ട്. അവന്റെ റൂഹ് ഈ ദുനിയാവിൽ ആ സ്വർഗത്തിലായിരിക്കും ദുനിയാവിൽ അവൻ ഉണ്ടാവുക. അതായത് നാളെ പരലോകത്ത് അവന് സ്വർഗത്തിലുള്ള അനുഗ്രഹം പറഞ്ഞു. ദുനിയാവിൽ ഈ അള്ളാഹുവിനെ അറിയുന്നത് കൊണ്ട് അവൻ അനുഭവിക്കുന്ന അവന്റെ റൂഹിന് ലഭിക്കുന്ന സ്വർഗമുണ്ട്. എന്നിട്ട് പറയാണ്, ഫമൻ കാനത് ഹാദിഹിൽ ജന്നതു മഅ്വാ ഹാഹുനാ കാനത് ജന്നത്തുൽ ഖുൽദി മഅ്വാഹു യൗമൽ മആദ്, ഈ ദുനിയാവിൽ ആ സ്വർഗത്തിൽ ആരുടെ റൂഹാണോ പ്രവേശിക്കുന്നത് അവൻ അതിലാകുന്നത് അവനുള്ളതാണ് നാളെ പരലോകത്തെ സ്വർഗവും. വമൻ ഹുരിമ ഹാദിഹിൽ ജന്ന ഫഹുവ ലിതിൽകൽ ജന്നതി അശദ്ദു ഹുർമാനൻ, ദുനിയാവിൽ ആ സ്വർഗത്തിന് കിട്ടിയിട്ടില്ലേ, അള്ളാഹുവിനെ അറിഞ്ഞും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തും ആ സ്വർഗത്തിൽ അവന്റെ ആത്മാവ് കയറിയിട്ടില്ലേ, നാളെ പരലോകത്തും ആ സ്വർഗം അവന് തടയപ്പെടും. വൽ അബ്റാറു ഫിൻ നഈമി വഇൻ ഇസ്തദ്ദ ബിഹിൽ ഐശു വളാഖത് അലൈഹിമുദ് ദുനിയ, പുണ്യം ചെയ്യുന്ന ആളുകൾ അവർക്ക് ദുനിയാവ് ഞെരുങ്ങിയാലും ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവർ ഏതവസ്ഥയിലായിരിക്കും? ഫിൻ നഈം, അനുഗ്രഹത്തിലായിരിക്കും.
അള്ളാഹുമായിട്ട് ഈ ഒരു ബന്ധമുള്ള അടിമകൾക്ക് ബാഹ്യമായ ആളുകൾക്ക് തോന്നുമ്പോൾ ദാരിദ്ര്യമായിരിക്കും, കഷ്ടപ്പാടായിരിക്കും, രോഗമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും, എന്താണെങ്കിലും അവൻ യഥാർത്ഥത്തിൽ നിഅമത്തിലായിരിക്കും, അനുഗ്രഹത്തിലായിരിക്കും. വൽ ഫുജ്ജാർ, എന്നാൽ തെമ്മാടികളോ, ഫീ ജഹീം വൈൻ ഇത്തസഅത് അലൈഹിം ദുനിയ, അവൻ എപ്പോഴും നരകത്തിലായിരിക്കും, ദുനിയാവ് എത്ര വിശാലമായിട്ടുണ്ടെങ്കിലും. അവന് ദുനിയാവ് നല്ല സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവന്റെ എപ്പോഴും ഞെരുങ്ങിയ അവസ്ഥയിലായിരിക്കും. അല്ലാഹു തആല പറഞ്ഞു, ഫമയ്യുരിദില്ലാഹു അയ്യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽഇസ്ലാം, അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് ഉദ്ദേശിച്ചാൽ അല്ലാഹു അവന്റെ നെഞ്ചിന് വിശാലത നൽകും. വമൻ യുരിദ് അയ്യുദില്ലഹു യജ്അൽ സദ്റഹു ദയ്യിഖൻ ഹറജ, അല്ലാഹു തആല ആരെങ്കിലും വഴികേടിലാക്കാൻ ശ്രമിച്ചാൽ അവന്റെ നെഞ്ച് പിന്നെ ഇടുങ്ങിയതായിരിക്കും. നമ്മൾ ആ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പല മുസ്ലിമീങ്ങൾക്കും അത് ബോധ്യപ്പെടുന്നില്ല. പല മുസ്ലിമീങ്ങൾക്കും ഇസ്ലാം കൊണ്ട് അനുഗ്രഹം നൽകപ്പെട്ട, ഈമാൻ കൊണ്ട് അനുഗ്രഹം നൽകപ്പെട്ട ആളുകൾ അവർ കാണുന്നത് ഈ കുഫാറുകളും ഫുജ്ജാറുകളും ഭൗതികമായി അനുഭവിക്കുന്ന ആസ്വാദനമാണ്. പക്ഷെ ഒരിക്കലും അവരതിന്റെ ഉള്ളിൽ കിടന്ന് അനുഭവിക്കുന്ന ഞെരുക്കം അവർ മനസ്സിലാക്കുന്നില്ല. എന്നാൽ മുഅ്മിനീങ്ങൾ ബാഹ്യമായി എന്തൊരു ഞെരുക്കത്തിലാണെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകുന്ന വിശാലതയും സമാധാനവും അതൊരിക്കലും എത്ര ദുനിയാവിന്റെ സൗകര്യം ഉണ്ടെങ്കിലും ആർക്കും ലഭിക്കില്ല, ഒരു തെമ്മാടിയായി ജീവിക്കുന്ന ആൾക്ക് ലഭിക്കില്ല. എന്നൊരു മുഖ്യം ചോദിക്കുകയാണ്, ഒരുത്തന്റെ നെഞ്ച് വിശാലമാകുക എന്നുള്ളതിനേക്കാൾ വലിയ നിഅമത്ത് എന്താ ഉള്ളത്? ഒരുത്തന്റെ നെഞ്ച് ഇടുങ്ങിപ്പോവുക എന്നുള്ളതിനേക്കാൾ കയ്പ് നിറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം വേറെ എന്താ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര സമ്പത്തുള്ള ആളുകൾ അവർ പറയാറുണ്ട്, ഒന്ന് സമാധാനം കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ. എന്നാൽ സാധുവായിട്ടുള്ള അന്നത്തെ ജീവിതം ഒപ്പിച്ചു പോണ ഒരാൾ പറയും എന്തൊരു റാഹത്താണ്, എന്തൊരു സമാധാനമാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി തന്നെ വേണം. അതാണ് ഏറ്റവും വലുത്. എന്നൊരു മുഖയും പറയാണ്, അല്ലാഹു തആല പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വലിയകൾക്ക് അവർക്ക് വരാൻ പോകുന്ന ആ കാര്യത്തെ കുറിച്ച് പേടിയുണ്ടാവില്ല, കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ദുഃഖം ഉണ്ടാവില്ല. അവർക്ക് അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അവരെങ്ങനെയുള്ളവരാണ്? ആരാണ് അള്ളാഹുവിന്റെ വലിയ? യഥാർത്ഥ ഈമാനുള്ളവരും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരും. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൽ അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. വഫിൽ ആഖിറ, പരലോകത്തിലുമുണ്ട്. ലാ തബ്ദീല ലികലിമാത്തില്ലാ, അള്ളാഹുവിന്റെ കലിമത്തിനൊരു മാറ്റം ഉണ്ടാവില്ല. അള്ളാഹു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അതിന് പിന്നെ മാറ്റമല്ല. ദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് മഹത്തായ വിജയം എന്ന് പറയുന്നത്. മഹത്തായ വിജയം പറഞ്ഞാൽ അതാണ്. സഹോദരൻ, ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാനും തിന്മകൾ ഒഴിവാക്കാനും അത്രയധികം വലിയൊരു പ്രേരണ നമുക്ക് ലഭിക്കും. അള്ളാഹുമായിട്ടുള്ള ഒരു ബന്ധം നേടാൻ, അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ സ്നേഹിക്കാൻ, അള്ളാഹുലേക്ക് അടുക്കാൻ നമ്മൾ എന്ത് ത്യാഗം ചെയ്തും പരിശ്രമിക്കും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, وكلما كان وجود الشيء أنفع للعبد وهو إليه أحوج كان تألمه بفقده أشد. ഒരടിമക്ക് ഒരു കാര്യമുണ്ട്, അതുണ്ടെങ്കിൽ അവൻ ആവശ്യക്കാരനാണ്, അതുണ്ടെങ്കിൽ അവൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഉപകാരമുള്ള ഒരു കാര്യം, അവൻ ഏറ്റവും അധികം വിഷമുണ്ടാവുക ഈ കാര്യം നഷ്ടപ്പെടുമ്പോഴാണ്. അതാണ് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള്, അയാള് ഇല്ലാതാവുമ്പോഴാണ് അവന് ഏറ്റവും ഉപകാരമുള്ള, അവന് ഏറ്റവും ആവശ്യമുള്ള ഒരു ആളോ വസ്തുവോ അതില്ലാതാവുമ്പോഴാണ് അവന് ഏറ്റവും അധികം വിഷമം ഉണ്ടാവുക. ഇനി എന്തെങ്കിലും ഒരു സാധനം ഇല്ല എങ്കിലാണ് അവൻ സന്തോഷിക്കുന്നത്. ഒരു കാര്യം, ഒരാള് അയാൾ ഇല്ല എങ്കിൽ അവന് ഭയങ്കര സന്തോഷം, അപ്പൊ അയാൾ ഉണ്ടെങ്കിലോ അവന് ഭയങ്കര വിഷമായിരിക്കും. അതായത് അവന് ഏറ്റവും ഉപകാരമുള്ള ആള് നഷ്ടപ്പെടുമ്പോൾ അവന് ഏറ്റവും വിഷമവും, അവന് ഉപദ്രവം ഉണ്ടാക്കുന്ന ആള് അവനോടൊപ്പം ഉണ്ടാവുമ്പോഴും അവന് ഏറ്റവും വിഷമം ഉണ്ടാവും. അതായത് അതിന് എതിരാകുമ്പോഴാണ് സന്തോഷം ഉണ്ടാവുക. എന്നിട്ട് പറയാണ്, വലാ ശൈഅ അലൽ ഇത്ലാഖ് അൻഫഉ ലിൽ അബ്ദി മിൻ ഇഖ്ബാലി അലല്ലാഹ്, ഒരടിമക്ക് അള്ളാഹു ഒപ്പം ഉണ്ടാവുക അല്ലെങ്കിൽ അള്ളാഹുലേക്ക് മുന്നിടുക എന്നതിനേക്കാൾ ഉപകാരമായിട്ടുള്ള മറ്റൊരു കാര്യമില്ല. അവന് ഏറ്റവും ഉപകാരമുള്ള കാര്യം എന്താ? അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. എന്നൊരു പറയാണ്, വഷ്തിഗാലിഹി ബിദിക്രിഹി, അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്നത്, വതനഉമിഹി ബിഹുബ്ബിഹി, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അവൻ ആസ്വദിക്കുന്നത്, വഇസാരിഹി ലിമർളാതി, അള്ളാഹുവിന്റെ തൃപ്തി നേടുന്നത്, ബൽ ലാ ഹയാത ലഹു വലാ നഈമ വലാ സുറൂറ വലാ ബഹ്ജത ഇല്ലാ ബിദാലിക്, ആ അള്ളാഹിനെ കൊണ്ടല്ലാതെ, ഇതെല്ലാം ഉള്ളത് കൊണ്ടല്ലാതെ അവന് സന്തോഷമോ ആനന്ദമോ നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവില്ല. അപ്പോ അള്ളാഹു ഉണ്ടാവുക എന്നുള്ളതാണ് ഒരുത്തിന് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അപ്പൊ അവന് ഏറ്റവും വിഷമമുള്ള കാര്യം എന്തായിരിക്കും?
അള്ളാഹുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ അള്ളാഹിനെ നഷ്ടപ്പെടുക എന്നുള്ളതായിരിക്കും അവൻ ഏറ്റവും വേദനയുള്ള കാര്യം. അള്ളാഹുമായിട്ടുള്ള ബന്ധം പോകുക എന്നുള്ളതായിരിക്കും ഏറ്റവും വേദനയുള്ള കാര്യം. അപ്പൊ അള്ളാഹു അല്ലാതെ മറ്റ് എന്തെങ്കിലും ഒരു കാര്യം, അപ്പൊ ഒരിക്കലും അള്ളാഹു നഷ്ടപ്പെടുകയായിരിക്കാം. അള്ളാഹിനായിട്ടുള്ള ബന്ധമൊക്കെ നഷ്ടപ്പെട്ടു. പക്ഷേ ആ വേദന അവന് സഹിക്കാൻ വയ്യാതെ അവന് വേറെന്തെങ്കിലുമൊക്കെ മുഴുകിക്കൊണ്ടിരിക്കും. ഈ നഷ്ടം അവന് മറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അധിക ആളുകൾക്കും അള്ളാഹുമായിട്ടുള്ള ബന്ധമില്ലാഞ്ഞിട്ട് കൂടി അവൻ നഷ്ടപ്പെടുന്നതിന്റെ അവസ്ഥ മനസ്സിലാക്കാത്തത്. ഒരു ഉദാഹരണം പറയാം. ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാല് കള്ളു കുടിച്ച് മത്ത് പിടിച്ചു വരുത്താൻ അവന്റെ വീടും കുടുംബവും കുട്ടികളും ഒക്കെ അവിടെ നിന്ന് കത്തുകയാണ്. പക്ഷേ അവൻ ആ കള്ളിന്റെ ലഹരിയിൽ അതൊന്നും അറിയുന്നില്ല. കാരണം അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ആളുകളാണ് അവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ ആ കള്ളിന്റെ ലഹരിയിൽ അവൻ എന്തറിയുന്നില്ല, ഇത് നശിച്ചു പോവാണല്ലോ, നഷ്ടപ്പെടുകയാണോ എന്നുള്ളത് അവൻ അറിയുന്നില്ല. അതുപോലെയാണ് അള്ളാഹ് നഷ്ടപ്പെട്ടാലുള്ള വേദന ചില ആളുകൾക്ക് അറിയാത്തത്. കാരണം അവൻ വേറെ എന്തൊക്കെ ലഹരിയിൽ മുങ്ങിയിരിക്കുകയാണ്. ഒന്ന് ഈ ദുനിയാവിന്റെ ചിന്തകളിലായിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യങ്ങളിലായിരിക്കാം. അതുകൊണ്ട് ആ ഒരു ലഹരിയിൽ മുഴുകിയത് കൊണ്ട് ആ കള്ളുടിയനെ പോലെ അവന് നഷ്ടപ്പെടുന്ന വിലപ്പെട്ട കാര്യം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് അവൻ അറിയുന്നില്ല. അവൻ എപ്പോഴും അറിയാം, സ്വഭാവം തിരിച്ചു കിട്ടുമ്പോ. ആ കള്ളുടിയന് ബോധം തിരിച്ചു വന്നാലും മനസ്സിലാവും എന്റെ വീട് കത്തിപ്പോയി, എന്റെ ഭാര്യ കത്തിപ്പോയി, കുട്ടികൾ കത്തിപ്പോയി. അപ്പൊ എത്ര വിഷമം ഉണ്ടാവും. അതുപോലെയാണ് ഇവന് നഷ്ടപ്പെട്ടതിന്റെ വില തിരിച്ച് മനസ്സിലാകുമ്പോഴാണ് അവൻ അതിന്റെ വേദന ഏറ്റവും അധികം ബോധ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവുക എന്നൊരു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഒരു ഉപമ പറയാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. കാരണം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതേ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനുശേഷം പറയാണ് ഒരു കാര്യം കൂടി. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പോ ഒരു കാര്യം നഷ്ടപ്പെടുമ്പോൾ വേദനിച്ചു പറഞ്ഞല്ലോ ഈ കള്ളുടിയന്. യഥാർത്ഥത്തിൽ അവന്റെ വീടാവട്ടെ, ഭാര്യ ആവട്ടെ, കുട്ടികളാവട്ടെ, ഇതിനൊക്കെ പകരം ദുനിയാവിൽ ലഭിക്കും. പകരം ദുനിയാവിൽ വേറെയും അടുത്തൊക്കെ ലഭിക്കുന്ന കാര്യങ്ങളാണ്. എന്ത് കാര്യം ദുനിയാവിൽ നഷ്ടപ്പെട്ടാലും വേറെ നമുക്ക് ആ ഒരു സ്ഥാനത്ത് എത്തുന്ന നിലക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത, പകരം ഒന്നും കിട്ടാത്ത ഒരു കാര്യമാണ് അള്ളാനെ നഷ്ടപ്പെടുക എന്നുള്ളത്. ഒരാൾക്ക് അള്ളാനെ നഷ്ടപ്പെട്ടാൽ വേറെ ഒന്നും കിട്ടൂല, അതിന് പകരമായിട്ട് ഒന്നും കിട്ടൂല എന്നൊരു ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. നീ ഇപ്പോൾ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ ദുനിയാവിലെ ഒരു മുസീബത്ത് ബാധിച്ച ഒരുത്തൻ മുസീബത്തിൽ ക്ഷമിക്കാൻ അവനുണ്ടാവുന്ന പ്രേരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പകരം വേറൊന്നും കിട്ടും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു കച്ചവടക്കാരൻ, അവന് കച്ചവടത്തിൽ വലിയൊരു നഷ്ടം വരികയാണ്, പെട്ടെന്ന് നഷ്ടം വന്നു, അവന് മുസീബത്താണ്, അവന് വേദന ഉണ്ടാവും. പക്ഷേ ആ വേദന അവൻ മറികടക്കാൻ അവൻ സ്വന്തത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു സമാധാനം പറഞ്ഞാൽ ഈ ഭാവിയിൽ ഇൻഷാ അല്ലാഹ് വേറെ കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു പ്രതീക്ഷയും പകരം ഒന്ന് കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവും. എന്നാൽ അള്ളാഹുവിനെ പറ്റി അതുപോലും ചിന്തിക്കാൻ പറ്റില്ല, അള്ളാഹുവിന് പകരം വേറൊന്നും കിട്ടാൻ പറ്റില്ല. എന്നിട്ട് പറയാണ് ഫഅരിൽ അൽആൻ, നീ ഇപ്പോ ചിന്തിക്കുക. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട. അലാ നഫ്സിക്, നിന്റെ സ്വന്തത്തിൽ. അഅ്ളമ മഹ്ബൂബിൻ ലക ഫിദ് ദുനിയ, നിനക്ക് ദുനിയവിയായിട്ടുള്ള കാര്യങ്ങളിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യത്തിനെ നീ ചിന്തിക്കുക, നിന്റെ മനസ്സിൽ വിചാരിക്കുക. ബിഹൈസു ലാ തതീബു ലകൽ ഹയാത്ത് ഇല്ലാ മഅഹു, അതില്ലാതെ നിനക്ക് ജീവിതം സമാധാനത്തോടുകൂടിയോ സന്തോഷത്തോടെയോ ആവൂല. ദുനിയാവിൽ നിനക്ക് സന്തോഷത്തോടുകൂടിയോ സമാധാനത്തോടെയോ പിന്നെ നിനക്ക് ജീവിക്കണമെങ്കിൽ അത് വേണം. അങ്ങനത്തെ ഒരു കാര്യത്തിന് നീ ആലോചിക്കുക. ഒരു ദിവസം പെട്ടെന്ന് അത് നിന്റെ എടുത്തു, നിനക്ക് നഷ്ടപ്പെട്ടു, നിനക്ക് ഏറ്റവും വിലപ്പെട്ട സാധനം നഷ്ടപ്പെട്ടു. നിനക്ക് ആ വ്യക്തിയോ വസ്തുവോ ഏറ്റവും ആവശ്യമായ ഒരു സന്ദർഭത്തിൽ നിന്റെയും അതിന്റെയും ഇടയിൽ ഒരു മറയിട്ട അവസ്ഥ ഉണ്ടായി, അതിന് കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായി. എങ്ങനെണ്ടായിരിക്കും എന്റെ അവസ്ഥ? നമുക്ക് ജീവിതത്തിൽ ഒരാളില്ലാതെ പറ്റൂല, ഒരു വ്യക്തി ഇല്ലാതെ പറ്റൂല, ഒരു വസ്തു ഇല്ലാതെ പറ്റൂല എന്ന് തോന്നുന്ന ഒരു കാര്യം, അത് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് നമ്മുടെ അയാളുടെ ഇടയിൽ ഒരു മറ ഇടുകയാണ്. എന്തായിരിക്കും എന്റെ അവസ്ഥ? എത്ര വിഷമം ഉണ്ടാവും നമുക്ക്, എത്ര ദുഃഖം ഉണ്ടാവും നമുക്ക്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒന്ന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇല്ലാതിരിക്കുമ്പോ ആ ഒരു മാനസികാവസ്ഥ മനസ്സിലായല്ലോ. അത് നിനക്ക് പകരം വേറൊന്ന് ലഭിക്കുന്ന കാര്യം പറയണം. ഇപ്പൊ ദുനിയാവിലെ ഒരു സാധനം, ഇപ്പൊ പണമാണ് വിചാരിച്ച ഒരാൾ വിചാരിക്കുക, അത് പോയാൽ അതിന് പകരം കിട്ടും. പകരം കിട്ടുന്ന ഒരു കാര്യം പോയപ്പോഴാണ് നീ അനുഭവിക്കുന്ന ഇത്ര വിഷമം. എന്നിട്ട് ചോദിക്കുകയാണ് പകരം വേറൊന്നും കിട്ടാത്ത അള്ളാഹനെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുക? അള്ളാഹയാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പിന്നെന്താ നിനക്ക് ഉണ്ടാവുക? അതുകൊണ്ടാണ് ഒരു കവി പാടിയത് മിൻ കുല്ലി ഷൈഇൻ ഇദാ വയ്യഅതഹു ഇബദ്,
ഏതൊരു കാര്യം നീ പാഴാക്കിയാലും നിനക്ക് നഷ്ടം വന്നാലും അതിന് നിനക്ക് പകരം ലഭിക്കും. നിനക്ക് മതിയായി എന്ന് തോന്നുന്ന രീതിയിൽ ഒരു പകരം ലഭിക്കും. പക്ഷെ അള്ളാഹുവിനെ നീ പാഴാക്കി കളഞ്ഞാൽ അതിന് പകരം ഒന്നും നിനക്ക് കിട്ടൂല. അതിന് പകരം ഒന്നും നിനക്ക് കിട്ടില്ല. അപ്പൊ മനുഷ്യന് ഏറ്റവും ഉപകാരമുള്ളത്, ഏറ്റവും വേണ്ടത്, ഏറ്റവും ആവശ്യമുള്ളത് അത് അള്ളയാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ്, അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അത് പോയിട്ട് ദുനിയാവ് മൊത്തം ലഭിച്ചാലും എന്താവില്ല, അതിന് പകരാവില്ല. എന്നിട്ടൊരു ഇസ്രായേലിയത്തുമായിട്ട് വന്നിട്ടുള്ള ഒരു അസർ പറയാണ്. അള്ളാഹ് പറഞ്ഞ പോലെ, ഇബ്നു ആദം, മനുഷ്യ, ഖലഖ്തുക ലിഇബാദതി ഫലാ തൽഅബ്, ഞാൻ നിന്നെ സൃഷ്ടിച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നീ കളിക്കാൻ നിൽക്കരുത്. വതഖഫൽതു ബിറിസ്ഖിക ഫലാ തത്അബ്, നിന്റെ റിസ്ക് ഞാനാ ഏറ്റെടുത്തിട്ടുള്ളത്, നീ വല്ലാതെ അതിനെ ഒലിച്ച് ബേജാറാവണ്ട. ഇബ്നു ആദം, മനുഷ്യ, അത്തിഅനി തജിദ്നി, നീ എന്നെ അനുസരിച്ചാൽ നിനക്ക് എന്നെ കണ്ടെത്താൻ സാധിക്കും. വൈൻ വജദ്തനി വജദ്ത കുല്ല ഷൈഇൻ, എന്നെ നീ കണ്ടെത്തിയാൽ നീ എല്ലാം കണ്ടെത്തി. അതായത് അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം ലഭിച്ചാൽ നിനക്ക് എല്ലാം കിട്ടി. വൈൻ ഫിത്തു കഫാതക കുല്ലു ഷൈഇൻ, ഇനി അള്ളാഹിനെ നഷ്ടപ്പെട്ടാലോ എല്ലാ കാര്യവും നിനക്ക് നഷ്ടപ്പെട്ടു. വാന ഹബ്ബു ഇലൈക മിൻ കുല്ലി ഷൈഇൻ, ഞാനായിരിക്കണം മറ്റെന്തിനേക്കാളും നിനക്ക് ഇഷ്ടമുള്ള കാര്യമായിട്ട് മാറേണ്ടത് എന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുഅ്മിനായി നമ്മൾ ജീവിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹുവിനോടുള്ള ഹുബ്ബ്, അല്ലെങ്കിൽ ഹുബ്ബ് എന്ന് പറഞ്ഞത് വ്യത്യസ്ത ദറജകളിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലുമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അതിലേറ്റവും ഉപകാരപ്പെട്ടത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്. അതിലേറ്റവും ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടലാണ്, അഥവാ ഷിർക്കിന്റെ ഇഷ്ടപ്പെടലാണ്. എന്നിട്ട് പറയാണ്, വൽ മഹബ്ബത്തുൽ മദ്മൂമത്തു ശിർക്കിയ്യ, ശിർക്കിയായിട്ടുള്ള ഈ ഹുബ്ബ് ഹിയ അസ്ലു ശഖാവതി വറഅസുഹാ അല്ലതി ലാ യബ്ഖാ ഫിൽ അദാബി ഇല്ലാ അഹ്ലുഹാ, അത് എല്ലാ നാശത്തിന്റെയും അടിസ്ഥാനമാണ്. അതുകൊണ്ട് അതിന്റെ ആളുകൾ ശിക്ഷിക്കപ്പെടും. ഫഅഹ്ലുൽ മഹബ്ബത്തി അല്ലദീ അഹബ്ബുല്ലാഹ വഅബദു വഹ്ദഹ ലാ ശരീക ലഹു ലാ യദ്ഖുലൂന അന്നാർ, എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ അവർ നരകത്തിൽ പ്രവേശിക്കില്ല. വമൻ ദഖലഹാ മിൻഹും ബിദുനൂബിഹി ഫഇന്നഹു ലാ യബ്ഖാ ഫീഹാ മിൻഹും അഹദുൻ, ഇനി എന്തെങ്കിലും തിന്മകൾ കാരണത്താൽ നരകത്തിൽ കയറിയാലും അവൻ അവിടെ സ്ഥിരമായിട്ട് ബാക്കിയാവില്ല, അതിൽ നിന്ന് പുറത്തേക്ക് വരും. എന്നിട്ട് ഇബ്നു ഖയ്യിം പറയാണ്, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കിയാൽ വമദാറുൽ ഖുർആനു അലൽ അംരി ബിതിൽകൽ മഹബ്ബത്തി വലവാസിമഹാ, ഖുർആൻ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും ഈ രണ്ട് ഹുബ്ബാണ് ഖുർആനിൽ പഠിപ്പിക്കുന്നത്. ഖുർആനുമായിട്ടുള്ള, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ ഈ രണ്ട് ഹുബ്ബിനെയാണ് അറിയിക്കുന്നത്. അഥവാ ഈ ഹുബ്ബിനോടുള്ള കൽപ്പനയും ഇതിന്റെ വിരോധനവും. അതിൽ പറഞ്ഞിട്ടുള്ള ഉപമകൾ ഒന്നെങ്കിൽ അള്ളാഹിനോടുള്ള ഹുബ്ബിനുമായി ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരുമായി ഷിർക്കുമായി ബന്ധപ്പെട്ടത്. അതിൽ പറഞ്ഞ കഥകൾ ഈ രണ്ടിനത്തിലേക്ക് വേർതിരിക്കാൻ പറ്റും ഖുർആനിലുള്ളത്. അതുപോലെ അതിൽ പറഞ്ഞിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ഈ രണ്ട് ഇഷ്ടത്തിലേക്ക് ഖുർആനിന്റെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് വേർതിരിക്കാൻ സാധിക്കും. എന്നിട്ട് പറയാണ്, വഅസ്ലു ദഅവതി ജമീഇർ റുസുൽ അലൈഹിസ്സലാം, എല്ലാ റസൂലുകളുടെയും ദഅവത്ത് എന്നുള്ളത് മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം ഇന്നമാ ഹിയ ഇബാദത്തുല്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു, അത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അൽ മുതളമ്മിനതു ലികമാലി ഹുബ്ബിഹി വകമാലിൽ ഖുദൂഇ വദ്ദുല്ലി ലഹു, ഇബാദത്ത് പറഞ്ഞാൽ എന്താ? പൂർണ്ണമായി അള്ളാഹുവിനെ ഇഷ്ടപ്പെടലും അള്ളാഹുവിനെ താഴ്മ കാണിക്കലുമാണ്. വൽ ഇജ്ലാലി വത്തഅലീം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തലാണ്. വലവാസിമി ദാലിക്, അത് നിർബന്ധമാക്കുന്ന കാര്യം മിനത്താഅതി വത്തഖ്വ, അള്ളാഹുവിനെ അനുസരിക്കലും അള്ളാഹുവിനെ സൂക്ഷിക്കലുമാണ്. എന്നിട്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ നഫ്സ് ആരുടെ കയ്യിലാണ്? അവനാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, ഒരാളും തന്നെ മുഅ്മിനാവുകയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവന്റെ സന്താനങ്ങളെക്കാളും അവന്റെ മാതാപിതാക്കളെക്കാളും എല്ലാം അവൻ ഇഷ്ടപ്പെട്ടവനാകാതെ. ഇബ്നു ഖയ്യിം പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിലാണ് ഇത് പറയുന്നത്. ഒരുത്തന്റെ ഈമാൻ നേരാവണമെങ്കിൽ അള്ളാഹിന്റെ റസൂലിനോടുള്ള ഇഷ്ടം മറ്റതിനേക്കാൾ വലുതായിരിക്കണം. അപ്പൊ അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്ര വലുതാണ്? അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ വില എത്ര വലുതാണ്? അതിന്റെ പ്രാധാന്യം എത്ര വലുതാണ്? അത് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും ചിന്തിക്കുന്നതിനേക്കാളും മറ്റെന്തിനേക്കാളും ഏറ്റവും ഉയർന്നു നിൽക്കേണ്ട കാര്യമാണ്. അഥവാ മാതാപിതാക്കളേക്ക് മറ്റെന്തിനേക്കാളും റസൂലിനോടുള്ള ഇഷ്ടം ഉണ്ടാവണം, റസൂലിനോടുള്ള ഇഷ്ടത്തിനേക്കാൾ അള്ളാഹിനോടുള്ള ഇഷ്ടം ഉണ്ടാവണം. കാരണം നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ബാക്കി എല്ലാത്തിനെയും സ്നേഹിക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോ
ഈ ജീവിതത്തിൽ ഏറ്റവും അധികം നാം ശ്രദ്ധിക്കേണ്ട കാര്യം അള്ളാഹുവിനോടുള്ള ഇഷ്ടം എത്രത്തോളം ശക്തിപ്പെടുത്താൻ പറ്റുമോ അത്രത്തോളം ശക്തിപ്പെടുത്തലാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി അസ്റിന് ശേഷം നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.